ഏതൊരു ഗൈസ് വെൽക്കം ബാക്ക് ടു ടെക്നോളജിക്സ്. നമ്മളിന്ന് തിരഞ്ഞെടുത്ത സ്റ്റോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിപ്രോ ആയിരുന്നു. വിപ്രോയും ജിഞ്ചർ സ്റ്റീലും രണ്ട് സ്റ്റോക്കായിരുന്നു. വിപ്രോ, ജിഞ്ചർ സ്റ്റീൽ രണ്ട് സ്റ്റോക്കിലും എനിക്ക് എൻട്രി ഒരെണ്ണത്തിൽ ഒത്തിരി താമസിച്ച് എൻട്രി കിട്ടി, പക്ഷേ അത് സ്റ്റോപ്പ് ലോസ് ആയി. ഞാൻ റീസൺ പറഞ്ഞുതരാം എന്താണ് അതിനുള്ള കാരണം. ഇത് 1:10 എന്ന റിസ്ക് റിവാർഡ് തന്നെയായിരുന്നു അതിൻ്റെ ഫസ്റ്റ് റീസൺ. അതായത് ഉണ്ടോ, ഞാൻ എൻ്റെ ട്രേഡ് ഇവിടെ ആക്ടിവേറ്റ് ചെയ്ത ശേഷം മാർക്കറ്റ് താഴെ പോയി വീണ്ടും യൂഷ്വലി ഒരു ചെറിയ റിക്കവറി ഈ ഒരു ഭാഗത്ത് വന്നിട്ട് താഴോട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ റിസ്ക് റിവാർഡ് തരേണ്ടതാണ്. 10:11 അല്ല 1:10 അതാണ് നമ്മുടെ 1:10 അടുപ്പിച്ച് നമുക്ക് ഉറപ്പായിട്ടും റിസ്ക് റിവാർഡ് കിട്ടേണ്ട ട്രേഡായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് പോയി. അങ്ങനെ ഇരുന്നാൽ എൻ്റെ 3000 റിസ്കിന് എഗൻസ്റ്റ് ആയിട്ട് ഏകദേശം നല്ല രീതിക്ക് നല്ല പ്രോഫിറ്റ് വന്നേനെ. ഏകദേശം ഒരു 20-25 എബോ പ്രോഫിറ്റ് വന്നേനെ. അപ്പോൾ അത് ലോസ് ആയി, അത് വിഷയമില്ല. നമുക്ക് സ്റ്റോപ്പ് ലോസൊക്കെ ഇതിൻ്റെ പാർട്ടാണ്. അടുത്ത് ജിൻഡർ സ്റ്റീലിൽ നമുക്ക് ഈ ഒരു ലെവലിൽ റിക്കവറായി ഈ ഒരു ക്യാൻഡിലിൽ റീടെസ്റ്റ് ആയിരുന്നു വരേണ്ടത്. പക്ഷേ ഇതിനകത്ത് ബ്രേക്കൗട്ടായി മേളിൽ പോയി. ഈ ഒരു പ്ലേസ് ഞാൻ എൻട്രി നോക്കിയായിരുന്നു, പക്ഷേ കിട്ടിയില്ല. താഴോട്ട് തന്നെ വരേണ്ടിയിരുന്നു, പക്ഷേ കിട്ടിയില്ല, മുകളിലോട്ട് പോയി. അപ്പോൾ അത് നമുക്ക് വിഷയമില്ല. നമ്മൾ അടുത്ത ട്രേഡിൽ നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ. വേറെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇന്ന് പിന്നെ നോക്കിയപ്പോഴേക്കും ചെറിയൊരു പാറ്റേൺ, എൻ്റെ ഒരു രീതിക്കുള്ള ചെറിയൊരു പാറ്റേൺ സെൻസെക്സിൽ ഫോം ആവുന്നത് കണ്ടായിരുന്നു. നാളെ എക്സ്പയറി ആയതുകൊണ്ട് ഞാൻ സെൻസെക്സിലൊരു ഇതെടുത്തു. ഉണ്ടോ, ഒരു 3000 രൂപ അടിച്ച് സ്റ്റോപ്പ് ലോസ് ആയി. പിന്നെ വേറെ ട്രേഡൊന്നും എടുത്തിട്ടില്ല. പിന്നെ സെൻസെക്സിലൊരു ട്രേഡ് എടുത്തു. ആ ഒരു ചെറിയൊരു ലോസ് റിക്കവർ ചെയ്ത് ഒരു നമുക്ക് നോ പ്രോഫിറ്റ് നോ ലോസ് ആ ഒരു കാറ്റഗറിയിലോട്ട് എത്താനായിട്ട് ശ്രമിച്ചു. ഇനി ഞാൻ ട്രേഡ് എടുക്കുന്നില്ല, നിർത്തുകയാണ് ഇന്നത്തേക്ക്. എൻ്റെ റിസ്ക് അപ്പറ്റൈറ്റിൽ നിന്ന് ആദ്യമേ ഹിറ്റായി, പിന്നെ ഒരു ട്രേഡ് കണ്ടുകൊണ്ട് എടുത്തതേ ഉള്ളൂ. സ്റ്റോപ്പ് ലോസ് ഒന്ന് കവർ ചെയ്യാനായിട്ട് ഞാൻ നോക്കുന്നില്ല. എൻ്റെ ഒരു ഈഗോ ഹർട്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി ഒത്തിരി പ്രോഫിറ്റ് കണ്ടു തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ അക്കൗണ്ട് തന്നെ ബ്ലോൺ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ അക്കൗണ്ടിൽ വെറും 2,15,000 രൂപ എങ്ങാണ്ട് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകും. ഇത് ഗ്രോ ആവുന്നതനുസരിച്ച് പ്രോഫിറ്റ് കിട്ടുന്നതനുസരിച്ച് വിഡ്രോ ചെയ്തുകൊണ്ട് വരികയാണ്. കിട്ടുന്ന നല്ല സ്റ്റോക്കുകളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു അക്കൗണ്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. വലിയ അക്കൗണ്ട് വേറെ ഉണ്ട്, അതിലോട്ട് ഞാൻ അതിന് വരുന്ന ദിവസങ്ങളിൽ കാണിച്ചു തരാവേ. സീ യു നെക്സ്റ്റ് വീഡിയോ ഗൈസ്, ബൈ.